ബാലിന്യ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആകാശിനോട് മീനാക്ഷി ചോദിച്ചു, അല്ല ആകാശ് 5 പവൻ സ്വർണം കൊടുക്കുവാന്ന് പറഞ്ഞല്ലോ, അതിനുള്ള ക്യാഷ് എവിടുന്നാന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ ഉണ്ടാക്കും, പിന്നെ ഉണ്ടാക്കും. കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പലിശയ്ക്ക് വാങ്ങിച്ച ആള് എവിടുന്ന് ഉണ്ടാക്കാനാ? അത് പിന്നെ മീനു ഞാന് കൂടുതലൊന്നും പറയണ്ട, ഞാൻ ക്യാഷ് തരാന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ ആകാശിച്ചു, നിനക്ക് എവിടുന്നാ? അതൊക്കെ ഞാൻ തരാം, 5 പവന്റെ സ്വർണം കൊടുത്താൽ പോരെ? ഒരു കാര്യം ചെയ്യാം, PF-ന്ന് ഞാൻ ലോൺ എടുക്കാം എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, PF-ന്ന് ലോണൊക്കെ നീ എടുത്തു തന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എനിക്ക് പൈസ ഉണ്ടായി കഴിയുമ്പോ മീനാക്ഷി സ്റ്റോൾസ് തുറന്ന് നല്ല വരുമാനമായി കഴിയുമ്പം ഞാൻ അതിന്റെ മോതിരം പലിശ തീർത്ത് തിരിച്ചു തരും എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, പിന്നെ അത് വേണമെന്ന് പറഞ്ഞു. വേണമെന്നാ ഞാൻ കരുതിയത്? അതെ, നമ്മൾ രണ്ടും ഒന്നല്ലേ, അപ്പൊ എന്റെ പൈസ ആകാശന്റെ പൈസ അല്ല എന്നൊക്കെ നീ പറയുന്ന, നീയാള് കൊള്ളാലോ എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതെ, ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഒരു കാര്യം, മീനാക്ഷി സ്റ്റോർസ് ഓർക്കണമെങ്കിൽ ലൈസൻസ് വേണ്ടേ? ലൈസൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ട് ആകാശ് വെറുതെ മഞ്ഞു കൊള്ളണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എന്താണല്ലോ അനുവിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ, അതിനുശേഷം ലൈസൻസിന് വേണ്ടുന്ന ഒറിജിനൽ രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരും. അപ്പൊ നീ എനിക്ക് ലൈസൻസ് തന്നാൽ മതി. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മീനു അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, മീനു എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ? നമ്മളല്ലേ വിവാഹം ആദ്യം നടന്നേന്ന് പറഞ്ഞു. അതിന് അല്ല, നമ്മുടെ വിവാഹം നടന്നതിന് ശേഷം ആനന്ദേന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞേ. പക്ഷെ അവരുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള യോഗം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുഞ്ഞിനെങ്കിലും കൊഞ്ചിക്കാനുള്ള യോഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ആകാശ് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളായില്ലേ, അപ്പൊ നമുക്കെന്താ ഒരു കുഞ്ഞിക്കാല് കാണണ്ടേന്ന് ചോദിച്ചു. അതെ, തൽക്കാലത്തേക്കുള്ള കാലൊക്കെ കണ്ടാ മതി, സ്വന്തം കാലിലൊന്നും നിൽക്കാൻ പഠിക്കുക, എന്നിട്ടല്ലേ കുഞ്ഞിക്കാല് കാണുന്നതെന്ന് പറഞ്ഞു. ഈ മീനുവിന്റെ ഒരു കാര്യം, മീനു എന്താ മീനു ഇതെന്ന് ചോദിച്ചു. മിണ്ടാതെ കുറുകാതെ അവിടെ ഇരുന്നോണം, പറഞ്ഞു കേട്ടല്ലോ. അല്ല, നീ സോപ്പ് മാറ്റിയോന്ന് ചോദിച്ചു. സോപ്പ് മാത്രമല്ല, ഷാമ്പൂ മാറ്റി, കൂടുതൽ ചെടിയും കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു. ഓ, ആ പ്രതീക്ഷയും പോയി എന്നും പറഞ്ഞിട്ട് ആകാശ് ഇരിക്കുമ്പോഴത്തേനും മീനു ഒരു ബെഡ്ഷീറ്റ് എടുത്തങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ പുതച്ചോണ്ട് മാരിയായിക്ക് അവിടെ കിടന്നോണെന്ന് പറഞ്ഞു. ആകാശം അങ്ങനെ മീനിനെ നോക്കിയിട്ട് അവിടെ കിടക്കണം. മീനിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു ആകാശിന്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ ഗോമതിയും ബാലനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കാഴ്ച കാണുന്നത്, മതിലില് ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഫോട്ടോ എന്ന് പറഞ്ഞാൽ വേറെ ഫോട്ടോ അല്ല, അലോകിന്റെ അനുശ്രീയുടെ കെട്ടിപ്പിടിച്ചിരിക്കും കിടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അത് കണ്ടുകഴിഞ്ഞപ്പോ ഗോമതി ഓടി വന്നിട്ട് അതൊക്കെ വലിച്ചു പറിക്കുവാണ്. ബാലൻ ചോദിച്ചു, എന്താ ഗോമതി, എന്താ നീ കാണിക്കണേ? ഇതെല്ലാം പറിച്ചു കളയട്ടെ ബാലേട്ടാ, നമ്മുടെ കുടുംബത്തിന് മാനം പോയില്ലേ, അന്തസ്സും അഭിമാനം പോയില്ലേ, ഇനി എന്ത് ചെയ്യും? നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാം, ഇനിയിപ്പൊ ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എന്താ ഗോമതി, നീ ഇങ്ങനൊന്നും പറയരുത്. പിന്നെ കണ്ടില്ല ബാലേട്ടാ, കുടുംബം തന്നെ നശിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനു ഞെട്ടി ഉണർന്നു. അനു സ്വപ്നം കണ്ടതായിരുന്നു നേരം വെളുക്കുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും അച്ഛനും അമ്മയൊക്കെ ആ കാഴ്ചകൾ കാണുന്നത്. കാരണം അലോക് തലേ ദിവസം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന് പറഞ്ഞിട്ട്. അനുസരിക്ക് വല്ലാത്ത ടെൻഷനായി. അനുസരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ ബാലനും അവരൊക്കെ നിൽക്കുന്നുണ്ട്. പ്രശ്നമായോ? ഇനിയിപ്പോൾ അതുപോലത്തെ ആ സ്വപ്നത്തിൽ കണ്ട പോലെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പിന്നീടാണ് ശരിക്കും നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവര് പന്തലിടാനുള്ള പരിപാടിയിലാണ്, എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള തന്ത്രപ്പാടിലാണ്. സമാധാനമേ, ഒരു കാര്യം ചെയ്താലോ, അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? ഇനിയിപ്പോ വൈകിപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് എന്റെ ചെന്ന് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അലോക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു അനുവിന്റെ മനസ്സിൽ. പിന്നീട് അനുമോള് ബാലിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു. എന്താ ഇങ്ങനെ നോക്കണേ? അതെ, ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ നടത്തുന്നതെന്ന് ഓർത്തു, പക്ഷെ എങ്കില് എല്ലാം ചെയ്തു വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അനു അതേന്നൊക്കെ പറഞ്ഞ് തലയാട്ട് വേണം. അല്ല, മോൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടല്ലോ, എന്താ മോളെ, എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറ എന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛാ, എനിക്കറിയാം മോൾക്കുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അത് എങ്ങനെ അച്ഛനോട് പറയും? ആകെപ്പാടെ ഒരു സ്റ്റാർട്ടിങ് ഡബിള്. അപ്പോഴേക്കാണ് കഷ്ടകാലം പിടിക്കാനായിട്ട് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതി അവിടെ വന്നിട്ട് ബാല്യം വിളിക്കണം. ബാലേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ ഗോമതി? അതെ, ഇന്ന് വൈകുന്നേരം ജീവനും കൂട്ടുകാർക്ക് വരത്തില്ലേ? വരും. അല്ല, കല്യാണത്തലേന്ന് അങ്ങനെ വരുന്നൊരു ഏർപ്പാടുണ്ടല്ലോ പുടവ കൊടുക്കാനായിട്ട്. അപ്പൊ പിന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് ചോദിച്ചു. ചെയ്യണം,
എന്റെ ബാലേട്ട അതിലിപ്പോ എന്തൊക്കെ ചെയ്യണ്ടേ? അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നീട് അവരെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഭയങ്കര സംസാരമാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് ബാലൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അനുവിന് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പം മീനാക്ഷിയും ഇത്രയും കൂടെ അനുവിനെ വിളിച്ചുകൊണ്ട് വന്ന് അനുവിന്റെ കൈ മൈലാഞ്ചിയൊക്കെ ഇടിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന് പറഞ്ഞു, പേടിയുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അതെ, കല്യാണം കഴിഞ്ഞുമ്പോൾ എന്നെ കാണാനായിട്ട് നിങ്ങളിടയ്ക്ക് അങ്ങോട്ടേക്ക് വരുമോയെന്ന് ചോദിച്ചു. വരുമെന്ന് പറഞ്ഞു. എല്ലാ ഞായറാഴ്ചയും വരുമോയെന്ന് ചോദിച്ചു. വരാം. അതെ, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നും അറിയത്തില്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമം എനിക്കുണ്ടെന്നൊക്കെ അനു പറയണേ. അനുവിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതി പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പിള്ളേരെ എന്ത് പരിപാടി ഇത്? എന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് അടുക്കളയിലേക്ക് കയറുക. ഞാൻ മടുത്തു അടുക്കളയിൽ കിടന്ന് പടത്. മിത്ര പറഞ്ഞു, അപ്പച്ചി ഞാൻ വരാം, നീ വരണ്ടാന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഞാൻ വരാം അമ്മേ. മിത്രേ, നീ നല്ലവണ്ണം തന്നെ മൈലാഞ്ചിട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ കുളവാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് മിത്ര മൈലാഞ്ചി ഇടുവാണ്. അപ്പോഴാണ് സുകന്യയുടെ വരവ്. സുകന്യ അങ്ങോട്ട് വന്നിട്ട് മിത്രോട് പറഞ്ഞു, മിത്രേ നിന്നെ ആനന്ദേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആനന്ദുണ്ടോ? എന്നെയോ? അതെ. എന്തിനാ വിളിക്കുന്നത്? അതൊന്നും അറിയില്ല. അതെ, ഞാൻ ഇപ്പം തന്നെ വരാട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. മിത്ര അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് സുകന്യ പെട്ടെന്ന് അനുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അനു ദേ അലോക് ലൈനിലുണ്ട്. അലോക് എന്നെ വിളിച്ചിരിക്കുക, നിന്നോട് സംസാരിക്കണമെന്ന്. എന്ത് സംസാരിക്കാനായിട്ട്? അതൊന്നും എനിക്കറിയില്ല, നീ ഒന്ന് സംസാരിക്കുക, അല്ലെ പ്രശ്നമാവെന്ന് പറഞ്ഞു. അങ്ങോട്ട് മാറിപ്പോയി സംസാരിക്കുക, ആർക്കും ഒരു സംശയം തോന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അനുമോൾ എന്ത് ചെയ്തു, അതൊക്കെ ഫോണുമായിട്ട് അങ്ങോട്ട് മാറുവാണ്. എന്നിട്ട് ചോദിച്ചു, എന്താടാ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. ദൈവങ്ങളത്തെ വലിയ ഒരുക്കങ്ങളൊക്കെ ആണല്ലോ നടക്കുന്നത് നിന്റെ കല്യാണത്തിന്. എടി, നിന്റെ തന്ത കടം മേടിച്ച് കല്യാണം നടത്താൻ പോവാ. പക്ഷേ അതിനു മുമ്പ് ഈ കല്യാണം മുടക്കുവാണെങ്കിൽ വെറുതെ കടം മേടിച്ച പൈസ വെറുതെ ആകത്തില്ലോ. നിന്റെ ഭാവി വരണ ഞാനൊന്ന് കാണുന്നുണ്ട്, പിന്നെ നിന്റെ തന്തേനെ ഞാൻ കാണുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് നല്ല ദേഷ്യമായി അനുവിന്. അനു പറഞ്ഞു, നീ ഒന്ന് പോടാന്ന് പറഞ്ഞു. എടി, നമ്മുടെ രണ്ടിനെയും കുറച്ച് ചിത്രങ്ങൾ AI ചിത്രങ്ങൾ പങ്കുവെക്കാനുണ്ട്, നമ്മുടെ കിടപ്പറ രംഗങ്ങളൊക്കെ. അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനുവിന് ഭ്രാന്താവുന്ന പോലെ തോന്നി. അനു പറഞ്ഞു, വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ആ ചിത്രങ്ങൾ കണ്ടു കഴിയുമ്പത്തേനുവേ എല്ലാവർക്കും തോന്നും നീ അങ്ങനത്തോളായിരുന്നു, ഒറിജിനലെ വില്ലെന്ന ചിത്രങ്ങൾ അതൊക്കെയെന്ന് പറഞ്ഞു. നിന്റെ കല്യാണം ഞാൻ അങ്ങോട്ട് മുടക്കാൻ പോവാ. അങ്ങനെ ഈ അലോകിനെ തേച്ചിട്ട് നീ സുഖമായിട്ട് പോയി ജീവിക്കണ്ട. നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് മോളെ. അങ്ങനെ ഒരു കാരണവശാലും വേറൊരുത്ത് നിന്റെ തല വന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അലോ കോള് കെട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് വല്ലാത്തൊരു ടെൻഷനായി. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിത്ര മുറി വന്നിട്ട് ഒരു ഷർട്ടൊക്കെ എടുത്ത് നോക്കുകയാണ്. കൊള്ളാം, ഇത് സൂപ്പറായിട്ടുണ്ട്. തൻ്റെ സാരിക്കും മാച്ച് ചെയ്ത് തന്നെ എന്താണെങ്കിലും ആരിനും കിട്ടി. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യം വന്നിട്ട് ചോദിച്ചു, നീ റെഡിയായെന്ന് ചോദിച്ചു. അപ്പം കല്യാണത്തലേന്ന് ജീവനും വീട്ടുകാരും വരുന്നുണ്ട്. അപ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ടുണ്ടായിരുന്നു. ആ സമയം മിത്ര പറഞ്ഞു, ഞാൻ റെഡിയായി കഴിഞ്ഞെന്ന് പറഞ്ഞു. ആര്യ, ഇത് കണ്ടോ, ആരിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇതെന്താ? അല്ല, നാളെ ആരിന് ഇടാനുള്ള ഷർട്ടാന്ന് പറഞ്ഞു. ഷർട്ടോ? നാളെ ഇടാനുള്ളതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഇതെന്റെ സാരിക്ക് മാച്ചാന്ന് ആര്യൻ നോക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ വേറെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരിന്റെ അലമാരിക്കകത്ത് പറഞ്ഞെടുത്ത് കാണിക്കണം. കണ്ടോ, ഇത് അടിപൊളിയല്ലേ? നിനക്ക് വല്ല ഡ്രസ് സെൻസും ഉണ്ടോ? ഞാൻ എടുത്തേക്കുന്ന ഷർട്ടാ നല്ല ഭംഗി കാണാനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ് മിത്രയ്ക്ക് ദേഷ്യം വന്നു. മിത്ര പറഞ്ഞു, ആര്യ അത് കൊള്ളത്തില്ല, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ അത് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. മിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് മിത്ര അതെല്ലാം കൂടെ കട്ടിലേക്ക് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ കാണിക്കാം, ഡ്രസ് സെൻസ് ഇല്ലാത്ത കഴുതയെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറപുറത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. എന്താ നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് പോയി. ഈ സമയത്ത് ആകാശും മീനാക്ഷൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. മിത്ര അങ്ങോട്ട് ചെല്ലുവാണ്. രണ്ടുപേരും ഒരേപോലത്തെ കളറൊക്കെയായിരുന്നു ഇട്ടിരുന്നത്, മഞ്ഞ കളറ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര നോക്കുവാണ്. ആ സമയത്ത് മീനാക്ഷി ചോദിച്ചു, എങ്ങനെയുണ്ട്, ഞങ്ങൾ ഡ്രസ് കോഡ് കൊള്ളാവോ, നല്ല ഭംഗിയില്ലേന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, കൊള്ളാം, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആകാശം ചോദിച്ചു, അല്ല അനു ഒരുങ്ങിയെന്ന് ചോദിച്ചു. എടി നീയൊക്കെ അതൊന്നും നോക്കിയില്ല എതിരായിട്ടും. ഒരുങ്ങി കാണുമായിരിക്കും. ആകാശാണ്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. ആ സമയത്താണ് ആനന്ദ് അവിടെ നിന്ന് വിളിക്കുന്നത്. എടാ ആകാശം ഇങ്ങോട്ടേക്ക് വരാൻ, ദേ ആകാശേട്ടനെ വിളിക്കുന്നുണ്ട്, ആകാശേട്ടൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആകാശം അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും മിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, ആകാശേട്ടൻ മീനാക്ഷി ചേച്ചി പറയുന്ന ഡ്രസ്സൊക്കെ ഇടുവല്ലേന്ന് ചോദിച്ചു. അതെന്താ ഇപ്പം അങ്ങനെ? ആരിനും അങ്ങനെയല്ല, ഞാൻ പറയുന്ന ഡ്രസ്സൊന്നും ഇടത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? നാളെ കല്യാണത്തിന് ഇടാനായിട്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരിനത് ഇടത്തില്ല എന്നാ തോന്നുന്നത്. എനിക്ക് ആകെപ്പാടെ ടെൻഷനാന്ന് പറഞ്ഞു. അതാണോ കാര്യം? അതെ, നീ എടുത്ത് വെച്ചിരിക്കുന്ന ഷർട്ട് തന്നെ ഞാൻ നാളെ ആരിനെ കൊണ്ട് ഇടിയിച്ചോളാം, അത് പോരെന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞു. അതിനുള്ള സൂത്രമൊക്കെ ഞാൻ പ്രയോഗിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം
മിത്രയ്ക്കൊരു സന്തോഷമൊക്കെ ആയി. ഈ സമയത്ത് അനുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അലോകിന്റെ വാക്കുകളായിരുന്നു, ഒരു കാരണവശാലും നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലടി, നിന്റെ വീട്ടുകാരോട് നിന്നോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യുമെന്നൊക്കെ. അങ്ങനെ കുറെ സമയം കൂടെ അങ്ങോട്ട് കടന്നുപോയി. എല്ലാവരും റെഡിയായി. അപ്പോഴേക്കും ജീവനും കൂട്ടരും വരുന്നേ. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശും ആരിനും ആനന്ദം ഒക്കെ പോയി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ജീവനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുവാണ്. തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് ഇരുത്തി. പിന്നീട് അനുവിനെ വിളിക്കാനായിട്ട് മീനാക്ഷി മിത്രയൊക്കെ ചെന്നു. അങ്ങനെ അനുവിനെ ഒരുക്കി ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ജീവനും അനുവും കൂടെ അടുത്തടുത്തിരുന്ന് കഴിയുമ്പോഴത്തേനും ഗോമതി ബാലനോട് പറഞ്ഞു, എന്ത് ഭംഗിയുണ്ടല്ലേ ബാലേട്ട കാണാനെന്ന് ചോദിച്ചു. അതെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അനുവിന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.